ഫ്രിഡ്ജിന്റെ മുകളിൽ ഫ്രീസർ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഫ്രിഡ്ജാണ്. അത് ലോക്ക് ഉണ്ട്, ഫ്രിഡ്ജിന്റെ ലോക്ക് ഉണ്ട്. അതാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. ഫ്രിഡ്ജിന്റെ ലോക്ക് ക്ലിക്ക് ചെയ്ത് ലോക്ക് ആക്കിയില്ലെങ്കിൽ ഇത് ഫ്രിഡ്ജ് തന്നെ തുറന്നു പോകും. ഞങ്ങൾക്ക് സംഭവിച്ചതാണത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് ഓടുന്ന സമയത്തും അത് പവറിൽ കണക്ട് ചെയ്യുന്ന സമയത്തും ഉള്ളു. അപ്പൊ നമ്മൾ അതിന്റെ ഓടുന്ന സമയത്ത് നമ്മൾ അതിന്റെ സെറ്റിങ്സ് മാറ്റി വണ്ടി ഓടുന്ന സമയത്താണെങ്കിൽ നമ്മളിത് AI എന്നുള്ള ഇതിലേക്ക് ഇട്ടാലാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് പ്ലഗ് ചെയ്തേക്കാണെന്നുണ്ടെങ്കിൽ ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ലൈൻ പ്ലഗ് ചെയ്തിരുന്നത്. ആ സമയത്ത് നമ്മൾ പ്ലഗിന്റെ ഓപ്ഷനിലേക്ക് മാറ്റിയിടണം. അല്ലാതെ നമ്മൾ വെറുതെ വണ്ടി ഓഫ് ചെയ്തിട്ടേക്കുന്ന സമയത്ത് ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല. അപ്പൊ ഒരുപാട് സമയം നമ്മൾ ഹോൾ ഡേ ഒക്കെ വണ്ടി ഓഫ് ചെയ്ത് പ്ലഗ് ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡീഫ്രോസ്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഇതെന്തിനാണ് ഇത് സിംഗിൾ തന്നെ വെച്ചേക്കുന്നത്? ഇതും ഇതിന്റെ സേഫ്റ്റി ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. നമുക്കെടുത്ത് നമ്മള് വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വെക്കാം. അല്ലാത്ത സമയത്ത് നമ്മൾ വണ്ടിയിൽ പുറത്തൊരു സാധനങ്ങളും കുപ്പികളോ സാധനങ്ങളോ ഒന്നും വെച്ചേക്കരുത്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് ഓട്ടുമ്പോൾ തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം കൂടി മറിഞ്ഞു വന്ന് നമ്മുടെ ഇവിടെയൊക്കെ വീണ് പൊട്ടി നാശാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ കബേർഡ്സും ലോക്ക്ഡ് ആണെന്ന് ഉറപ്പാക്കണം. ഫ്രിഡ്ജ് ലോക്ക്ഡ് ആണെന്ന് ഉറപ്പാക്കണം. മുകളിൽ സാധനങ്ങളൊന്നും ഇരിപ്പില്ല എന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മൾ വണ്ടി തിരിയുന്ന സമയത്ത് എല്ലാം കൂടി, പ്രത്യേകിച്ച് നമ്മൾ ചില്ലിന്റെ കുപ്പികളൊക്കെ ആണെങ്കിൽ പൊട്ടി ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇത് നമ്മുടെ ഇതിന്റെ സ്ക്രീൻ, അത് നമ്മളിപ്പോ ഫുള്ള് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, അത് പറയണമെന്നില്ല. ഓരോ വണ്ടികൾക്കും ഓരോ ഡിഫറെന്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇതിന്റെ എല്ലാം ഇതിന്റെ പെർസെന്റേജ് എത്ര ഉണ്ടെന്നും. ഇതിന്റെ അകത്ത് നമുക്ക് ഇതൊക്കെ വേസ്റ്റ് വാട്ടർ 0 ആണ്, നമ്മൾക്ക് ഇപ്പൊ കാലിയാക്കിയതാണ്. അതിന്റെ അകത്ത് മറ്റേ ക്ലീൻ വാട്ടർ 33% ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടാപ്പ് നമ്മൾ ഓൺ ആക്കണമെങ്കിൽ അത് ഇവിടെ അത് ചെയ്തിട്ടേക്കണം. ഇനി ഇത് നമുക്ക് ഹീറ്റർ ആവശ്യമുള്ള സമയങ്ങളിൽ, തണുപ്പ് സമയത്താണെങ്കിൽ നമുക്ക് ഇവിടെ റൂം ഹീറ്റ് ആക്കാനായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിന്റെ അകത്തുള്ളത്. വാട്ടർ ഹീറ്റ് ആക്കുന്നത് അതിൽ തന്നെയാണ്. ഫയർ അലാംസ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് തുറന്നു വെക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാറ്റൊക്കെ കയറും. വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ. എന്നിട്ട് ഇതിന്റെ നെറ്റ് വലിച്ചിട്ടാൽ പ്രാണിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ബെഡ് ഇവിടെ ഉള്ള നമ്മള് ഒരു ബെഡ് ഇവിടെയാണ്, ഒരു ഡബിൾ ബെഡാണിത്. ഇത് നമ്മള് ഞെക്കി കഴിഞ്ഞാൽ ഈ ബെഡ് താഴേക്ക് വരും. എന്താ ഇവിടെ ഇച്ചിരി ജാമായിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്. ബെഡ് വെച്ച് 2 പേർക്ക് കിടക്കാനുള്ള ഒരു ബെഡാണ്. നല്ല സൈസാണ്. നല്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. എനിക്ക് സ്പേസിന്റെ ഒരു പ്രോബ്ലം തോന്നിയില്ല. ഇത് നമ്മള് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബെഡ് നമ്മൾ മുകളിലേക്ക് എടുത്തു വയ്ക്കും. അപ്പൊ ആ ബെഡിന്റെ അടിയിലുള്ള കബേർഡും അതോടൊപ്പം തന്നെ ബെഡ് താഴോട്ട് വരുമ്പം ആ സീറ്റ് മടക്കി വെക്കണം അല്ലേ? സീറ്റിന്റെ ഇത് അതുകൊണ്ടാണ് ഈ സീറ്റ് ഇങ്ങനെ മൂവ് ചെയ്യാവുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. അത് വെച്ചാൽ അത് അതിന്റെ അടിയില് ഇതല്ലേ ബെഡ് വരുന്ന ലെങ്ത് ബെഡ് വരുന്ന സാധനം ഇവിടം വരെ എത്തും. ഓക്കെ. കഴിഞ്ഞാൽ ഇവിടെ ഷവർ അത്യാവശ്യം നല്ല ഷവറാണ്. ഞങ്ങൾ ഉപയോഗിച്ചില്ല അത് ഷവർ, പക്ഷെ നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഞങ്ങൾ നിർത്തിയിടത്തൊക്കെ ഷവർ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിച്ചില്ല. നമുക്ക് നിന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇരുന്ന് വേണമെങ്കിൽ അവിടെ ഇരുന്ന് കുളിക്കാം. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. ഞാൻ നിന്നാൽ പോലും എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഈ ഡോറുകൾ രണ്ടും അടച്ചു കഴിഞ്ഞാല് ഡോറും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം അല്ലേ? ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഷവർ ചെയ്യാം. പിന്നെയുള്ളത് ടോയ്ലറ്റിലും ഈ ഡോറ് തന്നെ നമുക്ക് 2 വേ യൂസ് അല്ലേ? ഇതിപ്പോ നമുക്കൊരു റൂം പ്രൈവസിക്ക് വേണ്ടിട്ട് ഇതൊരു അറ്റാച്ച്ഡ് റൂം ആക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ ഇപ്പൊ നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ അവിടെ 2 പേര് കിടക്കണം. ഇവിടെ ഇപ്പൊ ഒരു ഫാമിലി ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡാണോ വൈഫാണോ കിടക്കണം. ഇപ്പൊ ഇതൊരു പ്രൈവസിക്ക് വേണ്ടിട്ട് അറ്റാച്ച്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സെപ്പറേറ്റ് റൂമിന്റേതായിട്ടുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് ഇവിടെ നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ലിവറിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടാണ് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
ഇതിപ്പോ വെള്ളം തീർന്നിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യും. അതിനുശേഷം പിന്നെ നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ബേസിൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ വെള്ളം ഉപയോഗിക്കാം. ഇതിന്റെ അടിയിൽ കുറച്ച് കബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിഷ്യൂ അവർ പറഞ്ഞ പ്രത്യേക ടിഷ്യൂ അവർ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന് മാത്രമായിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. ആ ടിഷ്യൂ മാത്രം ഉപയോഗിക്കാവുള്ളൂ. വേറെ ടിഷ്യൂ ഒന്നും സാധാരണ ടിഷ്യൂ പോലും യൂസ് ചെയ്യാൻ പാടില്ല. അത് നമുക്കത് ആ ഒരു അതിന്റെ ബക്കറ്റിലേക്ക് ആ ബിന്നിലേക്ക് പോകുമ്പോൾ അത് ഡീകമ്പോസ്റ്റ് ചെയ്യുന്ന ടിഷ്യൂ ആണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് തന്നെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഡീകമ്പോസ്റ്റ് ആവില്ല. അതെന്താണ് ഏട്ടായി? ഇത് നമുക്ക് ഇതാണ് കാർബൺ മോണോക്സൈഡിന്റെ മീറ്ററാണ്, സെൻസറാണ്. കാർബൺ മോണോക്സൈഡ് പ്രത്യേകിച്ച് നമുക്കിവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങുന്നതാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും പലർക്കും ഫേസ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഒക്കെ വന്ന് ആൾക്കാർ ഉറങ്ങുന്ന സമയത്ത് മരിച്ച പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സെൻസർ. അങ്ങനെ കാർബൺ മോണോക്സൈഡിന്റെ ഒരു സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അലാം അടിക്കും. അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.